അല്ലെ? അതാണ് ധർമ്മസമ്മൂഢ ചെയ്താ. എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ സത്യത്തിലേക്ക് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം, സത്യസാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മത്തിൽ അതിലേക്ക് നയിക്കുന്ന മാർഗമാണ്, ഉപായമാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സത്യസാക്ഷാത്കാരം? സത്യം എന്താണോ അതിനെ സാക്ഷാത്കരിക്കുക, അതിലേക്ക് എത്തുക, അതുമായി ലയിച്ചു ചേരല്. അപ്പൊ എന്താണ് സത്യം? നമ്മളുടെ സ്വരൂപമാണ് സത്യം. നേരത്തെ പറഞ്ഞു സത്യം എന്ന് പറയുന്നത് ഉള്ളതാണ്, ഉണ്മയാണ് എന്ന് പറയും. ഉള്ളത് എന്താണോ ഉള്ളത്, എപ്പോഴും ഉള്ളത് എന്താണോ അതാണ് സത്യം. അതിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടായത്. അപ്പോ എന്തെല്ലാം ഇവിടെ ഉണ്ടായതായി കാണുന്നുണ്ടോ അതിനെ മുഴുവൻ സ്വഭാവം എന്ന് പറഞ്ഞു. ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്നതൊക്കെ സ്വഭാവമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. എന്തിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതാണ് സ്വരൂപം എന്നും പറഞ്ഞു. ഓർമ്മണ്ടോ അത്? അല്ല, എന്നാലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓർമ്മണ്ടോ? യെസ്. അപ്പൊ സ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും, എല്ലാ വ്യക്തിയുടെയും ഉള്ളിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വരൂപവും ഒന്ന് സ്വഭാവവും. സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു മാറ്റവുമില്ലാതെ എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്ന സത്യമാണ് സ്വരൂപം. അതിനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്. അതാണ് സത്യസാക്ഷാത്കാരം. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും അത് തന്നെ. അപ്പൊ നമ്മൾക്ക് നമ്മളെ കിട്ടണം. ഇപ്പൊ നമ്മൾ നമ്മളിൽ നിന്ന് ദൂരെ പോയിരിക്കുക, അപ്പൊ സ്വഭാവത്തിൽ പെട്ടുപോയിരിക്കുകയാണ് നമ്മള്. അപ്പൊ അതിൽ നിന്ന് തിരിച്ച് നമ്മളിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് അത് സാധിക്കുക? എങ്ങനെയാണ് ആ സ്വരൂപത്തെ നമുക്ക് തെളിയുക? എങ്ങനെ സ്വരൂപം പിടികിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വഭാവത്തെ വേണ്ട പോലെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാലേ, വേണ്ട രീതിയിൽ കൊണ്ടു നടന്നാലേ സ്വരൂപത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സ്വരൂപം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത എന്നും നിലനിൽക്കുന്ന ആ ശക്തി, ആ ചൈതന്യം, അതാണ് സ്വരൂപം. അതാണ് നമ്മളെല്ലാം അതാണ്. സ്വഭാവമാണ് പുറമേക്കുള്ള ഈ കാണുന്ന രൂപങ്ങളൊക്കെ, നാമരൂപങ്ങളൊക്കെ സ്വഭാവമാണ്. അപ്പോ ഈ സ്വഭാവത്തിൽ നമ്മൾ പെട്ടുകിടക്കുക. കാരണം സ്വരൂപത്തെ അറിയാത്തത് കൊണ്ട് നമ്മൾ ഈ സ്വഭാവത്തിൽ, നാമരൂപങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ സ്വരൂപമുണ്ടെന്നും അറിയുന്നില്ല, അതിലേക്കാണ് തിരിച്ചു പോകേണ്ടതെന്നും അറിയാത്തത് കൊണ്ട് സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും? അവർ ഇതില് പെട്ടുപോവുകയാണ്, ഇതിൽ കുടുങ്ങിക്കിടക്കുക. അപ്പൊ ഇതിൽ കുടുങ്ങി കിടക്കുമ്പോൾ സ്വഭാവത്തിനനുസരിച്ച്, അതിന്റെ ഗതിക്ക് അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ, ആളുകളൊക്കെ. അപ്പൊ ആ സ്വരൂപത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഈ സ്വഭാവം പോകുന്ന വഴിക്ക് പോകാതെ അതിനെ നിയന്ത്രിച്ച് ഈ സ്വഭാവത്തെ, നാമരൂപങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ സ്വരൂപം തെളിയുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മം എന്തായിരിക്കും? സ്വരൂപത്തിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു അല്ലെ? അപ്പൊ സ്വരൂപത്തിലേക്ക് ഇവിടെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ നാമരൂപങ്ങൾ, ഈ സ്വഭാവത്തിനെ നിയന്ത്രിക്കുക, എന്നിട്ട് വേണ്ട രീതിയിൽ അതിനെ പ്രയോഗിക്കുക, അതിനെ ഉപയോഗിക്കലാണ് ധർമ്മം. അപ്പൊ ഈ സ്വഭാവത്തെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സ്വരൂപത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അത്തരം പ്രവൃത്തികളാണ് ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? അതാണ് ധർമ്മം. അപ്പോ ഇതറിയണമെങ്കിൽ എനിക്ക് സ്വരൂപമുണ്ടെന്നും ഇതാണ് എന്റെ സ്വരൂപമെന്നും അതിലേക്കാണ് ഞാൻ പോകേണ്ടത്. എങ്ങനെ പോകണം? ഈ സ്വഭാവത്തെ നിയന്ത്രിച്ചുകൊണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ എങ്ങനെ അറിയാ? ചിലപ്പോ എല്ലാവർക്കും തനിയത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനാണ് ഒരു ഗുരു വേണം എന്ന് പറയുന്നത്. ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? സത്യനിഷ്ഠനായിരിക്കണം ഗുരു. എന്ന് പറഞ്ഞാൽ ആ സത്യത്തിൽ സത്യം സാക്ഷാത്കരിച്ച ആളായിരിക്കണം ഗുരു എന്നാണ് പറയുന്നത്. അപ്പൊ സത്യനിഷ്ഠനായ ഒരു ഗുരുവിൽ നിന്ന് ആദ്യം സ്വരൂപബോധം നമ്മൾ സ്വീകരിക്കണം, ഉപദേശപൂർവം സ്വീകരിക്കണം, ഗുരുവിന്റെ സിദ്ധാന്തപരമായിട്ട് എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ ആ സ്വരൂപബോധം എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം, അതിനെക്കുറിച്ച് അറിയണം എന്നാണ് പറയുന്നത്. പിന്നെന്ത് വേണം? ആദ്യം ഗുരുവിൽ നിന്ന് ആ ഉപദേശം സ്വീകരിക്കും. പിന്നെയോ ആ സ്വരൂപബോധം, ഇതാണ് സ്വരൂപം എന്ന് നമ്മൾക്ക് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലായി. ഇനി അതിലേക്ക് എത്താനായിട്ട്, അല്ല ഇതാണ് സത്യം എന്ന് മനസ്സിലായി. ഇനി ആ സത്യത്തിലേക്ക് എത്താനായിട്ട് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മളുടെ നാമരൂപങ്ങളെ നിയന്ത്രിക്കണം. എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെ നിയന്ത്രിക്കണം. എന്നിട്ട് ഇതാണ് സ്വരൂപമാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വഭാവം എന്ന് പറയുന്നത് ഇതിനൊക്കെ പറയാം. നമ്മളുടെ ശരീരം, ശ്വാസം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാറ്റിനെയും സ്വഭാവം എന്ന് വിളിക്കാം. അപ്പൊ സ്വരൂപം എന്താണോ? ഏഴാമത്തെ തലം, ആത്മാവ്.
അല്ലേ? അതുമായി ബന്ധപ്പെടുത്തുമ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ ഈ 6 കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. അതിനൊക്കെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അപ്പോഴാണ് ആ ലക്ഷ്യത്തിൽ, സ്വരൂപമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനനെ സംബന്ധിച്ച് അർജുനന് ഇനി സ്വരൂപം എന്താന്ന് ഇനിയും ഉപദേശം കിട്ടിയിട്ടില്ല, എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇതുവരെ ആരും അർജുനനെ ഉപദേശിച്ചിട്ടില്ല എന്താണ് സ്വരൂപം. അതിന്റെ ബുദ്ധിയുടെ തലത്തിൽ ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്കും അത് കിട്ടിയിട്ടില്ല അർജുനന്. അതുകൊണ്ട് തന്നെ സ്വരൂപം എന്താന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട് സ്വഭാവം എന്താണെന്നും അറിയുന്നില്ല. സ്വഭാവത്തിന്റെ രഹസ്യം എന്താണെന്നറിയാം. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പുറമേക്ക് കാണുന്നതൊക്കെ, അല്ലെ, ഈ നാമരൂപങ്ങളൊക്കെ, അതിന്റെ രഹസ്യം എന്താന്ന് അർജുനനെ പിടികിട്ടിയിട്ടില്ല. എന്താ കാരണം? സ്വരൂപം എന്താന്നുള്ളത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സ്വഭാവത്തിന്റെ രഹസ്യം അറിയാനും വയ്യ. അപ്പൊ സ്വരൂപം എന്താന്ന് ബോധം വന്നു കഴിഞ്ഞാൽ സ്വഭാവം എന്താണെന്ന് അറിയാം. കാരണം അതിൽ നിന്നാണ്, ആ സ്വരൂപത്തിൽ നിന്നാണ് ഇത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന അതിൽ നിന്നാണ്. അതിലേക്ക് തന്നെയാണ് അത് ലയിച്ചു പോകുന്നത് എന്നുള്ള ബോധം വരും. അപ്പൊ പിന്നെ അർജുനന് ഈ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അർജുനൻ ആ ബോധം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പുറമേ കാണുന്നതിൽ കുടുങ്ങിക്കിടക്കുകയാണ്, സ്വഭാവത്തിൽ കുടുങ്ങിക്കിടക്കുക. അപ്പൊ ഈ സ്വഭാവത്തിന്റെ രഹസ്യം അറിയാൻ പറ്റുന്നില്ല അർജുനന്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോ അതുകൊണ്ടാണ് ധർമ്മസമ്മൂഢ ചെയ്ത എന്ന് പറയാനുള്ള കാരണം. അറിയുന്നില്ല ധർമ്മം എന്താണ്. പക്ഷെ അർജുനന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് അർജുനന് വ്യക്തമായ ബോധമുണ്ട്. കാരണം എനിക്ക് അറിയില്ല, ധർമ്മം എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ആ തിരിച്ചറിവ് അർജുനന് വന്നു. അതാണ് അർജുനന്റെ മഹത്വം, അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് അറിയില്ല എന്നുള്ള അറിവുണ്ടെങ്കിലേ നമ്മൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ, അന്വേഷണം തുടങ്ങുള്ളൂ, അല്ലേ? ശരിയല്ലേ? നേരെ വെച്ച് എനിക്കിതെല്ലാം അറിയാന്നുള്ള ഭാഗത്തിലിരിക്കണമെങ്കിലോ അറിവൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ ഇവിടെ അർജുനൻ ആ തിരിച്ചറിവ് വന്നു, എനിക്ക് അറിയില്ല എന്നുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രേയസ് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എനിക്ക് ശ്രേയസ്സിനുള്ള മാർഗം പറഞ്ഞു തരണം. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച്, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന് ശ്രേയസ്സും പിന്നൊന്ന് പ്രേയസ്സും. 2 ലക്ഷ്യങ്ങളാണ്. മനസ്സിലായി? അപ്പൊ എന്താണ് ഈ ശ്രേയസ്, എന്താണ് ഈ പ്രേയസ്? ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മളുടെ സ്വരൂപം, ആ സത്യം, അതിനെ സാക്ഷാത്കരിക്കുക. സ്വരൂപം സാക്ഷാത്കരിച്ച് ആ പരമസത്യം എന്താണ് എന്ന് അറിയാൻ തക്കവണ്ണം ജീവിക്കുകയാണെങ്കിൽ അത് അറിയുന്നതാണ് ശ്രേയസ്. ആ മാർഗമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗമാണ് ശ്രേയസ്. ഇനി പ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സ്വരൂപത്തെ കുറിച്ച് ആലോചിക്കാതെ, അതിനെ വിചാരം ചെയ്യാതെ സ്വഭാവത്തിൽ കുടുങ്ങുക, അല്ലെ, ഈ നാമരൂപങ്ങളിലൊക്കെ പെട്ട് അതിൽ മോഹമുണ്ടായി ഭൗതികമായി മാത്രം സുഖം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് പ്രേയസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പ്രേയസ് എന്ന് പറയും. ആത്മീയ തലത്തില്, അല്ലെ, അവനവന്റെ ഉള്ളിലേക്ക് വരല്, സത്യത്തെ സാക്ഷാത്കരിക്കല് ശ്രേയസ്സും. അപ്പൊ നമ്മളൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയാ ജീവിക്കുന്ന? ശ്രേയസ് ലക്ഷ്യമാക്കിയാണോ പ്രേയസ് ലക്ഷ്യമാക്കിയാണോ? ഇപ്പൊ നിങ്ങൾ പറയും ശ്രേയസ് എന്നൊക്കെ നിങ്ങൾ പറയാം, പക്ഷെ ശരിക്കും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? എല്ലാവരും പ്രേയസിന് വേണ്ടി മാത്രമാണ് അധികവും ജീവിക്കുന്നത്. നമുക്ക് വ്യത്യാസം വന്നു, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് നമ്മളിൽ മാറ്റം വന്നു തുടങ്ങി. പക്ഷെ ആളുകളെ ആലോചിച്ച് നോക്കുക, ഭൂരിഭാഗം ആളുകളും അവരുടെ ലക്ഷ്യം എന്താണ്? പ്രേയസാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക സുഖ സൗകര്യങ്ങളാണ് ആളുകളുടെ ലക്ഷ്യം. ആണോ അല്ലയോ? അല്ല, അധികം പേർക്കും, ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെയാണ്. അപ്പൊ സ്വരൂപം എന്താന്ന് വിചാരം ചെയ്യാതെ ഈ സ്വഭാവത്തില്, അല്ലെ, ഭൗതിക തലത്തില് മാത്രം സുഖം കൊതിക്കുന്നതാണ് പ്രേയസ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ധീരന്മാര് എന്ന് പറയുന്നത്? ധീരന്മാര് ഈ ശ്രേയസിനെയും പ്രേയസിനെയും അനലൈസ് ചെയ്യും, അതിനെ വിചാരം ചെയ്ത് അവർക്ക് മനസ്സിലാവും ശ്രേയസ്സാണ് ഏറ്റവും നല്ലത്. അത് തിരിച്ചറിഞ്ഞ് അവർ പ്രേയസിനെ തള്ളിക്കളയും എന്നാണ് പറയുന്നത്. എന്നിട്ട് ശ്രേയസിനെയാണ് അവർ സ്വീകരിക്കുക. അതാണ് കഠോപനിഷത്തിൽ, അതാണ് നചികേതസിന്റെ അടുത്ത് യമധർമ്മൻ പലതും ഓഫർ ചെയ്തു. ഭൗതിക തലത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും യമധർമ്മൻ നചികേതസിന് വാഗ്ദാനം ചെയ്തു, അല്ലെ? ഓർമ്മല്ലേ? കഠോപനിഷത്തിലെ കാര്യങ്ങൾ ഓർമ്മല്ലേ? ഈ ഒരു രഹസ്യം മാത്രം എന്നോട് ചോദിക്കരുത് എന്നാണ് പറഞ്ഞത്, അല്ലെ? മരണരഹസ്യം, അത് മാത്രം ചോദിക്കരുത്, നിനക്ക് വേറെ എല്ലാം തരാം, എന്നെ ഈ എന്താണ് പ്രപഞ്ചത്തിന്റെ അധിപതിയാക്കാന്ന് വരെ പറഞ്ഞു, അല്ലെ? എല്ലാ ലോകങ്ങളിലെയും ചക്രവർത്തി പദം നിനക്ക് തരാം, എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം തരാന്ന് പറഞ്ഞു.
എന്ന് പറഞ്ഞാൽ പ്രേയസ് എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നചികേതസ് അതിലൊന്നും വീണില്ല. നചികേതസ് പറഞ്ഞു എനിക്കിത് മാത്രമേ ആവശ്യമുള്ളൂ. അത് അപ്പൊ യമധർമ്മൻ പിന്നീട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ പ്രേയസ്സും തന്നു ശ്രേയസ്സും തന്നു, പക്ഷെ നീ ശ്രേയസ്സാണ് സ്വീകരിച്ച്, പ്രേയസിനെ നീ ഒഴിവാക്കി. അതുകൊണ്ട് നിനക്ക് രണ്ടും തരാൻ പോവാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ശ്രേയസിന്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ പ്രേയസ് കൂടെ വരും. നേരെ വെച്ച് പ്രേയസിനെ മാത്രമാണ് അതിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ പ്രേയസും കിട്ടില്ല, ശ്രേയസും കിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശ്രേയോ മാർഗം അതാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പൊ കഠോപനിഷത്തിൽ അതാണ് പറയുന്നത്, ശ്രേയസിനെയാണ് ഭരിക്കേണ്ടത്. അപ്പൊ ഏതായാലും അർജുനനും ഇപ്പൊ ശ്രേയസിനെ ഭരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി വേണ്ടത് അദ്ദേഹത്തിന് അതിലേക്ക് എത്താനുള്ള മാർഗനിർദ്ദേശം വേണം. ഇനി ആ വസ്തു എന്താണ്, സത്യം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവും അദ്ദേഹത്തിന് വേണം. അത് രണ്ടുമാണ് അർജുനന് ഇനി ആവശ്യം. വസ്തു എന്താണ്, സത്യം എന്താണെന്ന് അറിയണം, അതിലേക്കുള്ള മാർഗനിർദ്ദേശമാണ് അർജുനന് ആവശ്യം. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണനോട് എനിക്ക് ശ്രേയസ് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞത്. തികച്ചും വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് കൃഷ്ണനോട് ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ എന്ത് വേണം? ഗുരുവിന്റെ മുന്നില് സമർപ്പണം ചെയ്യണം. അതാണ് ശാധിമാം ത്വാം പ്രപന്നം. എന്തിനാണ് അങ്ങനെ സമർപ്പണം അങ്ങനെ ശരണാഗതി ചെയ്യുന്നത്? എന്തിനാണ്? ആത്മവിദ്യ എന്ന് പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് പോലെയല്ല, അല്ലെ? ഒരുപാട് വിദ്യകളുണ്ട് ഇവിടെ. അപ്പൊ പുറമേക്കുള്ള ഭൗതിക തലത്തിലുള്ള വിദ്യ അഭ്യസിക്കുന്നത് പോലെയല്ല ആത്മവിദ്യ എന്ന് പറയുന്നത്. കാരണം ഭൗതിക തലത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടാവും, എനിക്ക് കുറെയൊക്കെ അറിയാം എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ ഈ ആത്മവിദ്യയുടെ തലത്തിൽ അതിനെ അറിയണമെങ്കിൽ എന്ത് വേണം? എനിക്ക് അറിയാം എന്നുള്ള അഹങ്കാരം മുഴുവൻ നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത്. എനിക്കറിയാം എന്നുള്ള അഹങ്കാരം എല്ലാം വിട്ട് ഗുരുവിന്റെ മുന്നിൽ വിനയപൂർവ്വം ഗുരുവിനെ സമീപിച്ചാലേ ആത്മവിദ്യ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അതല്ലാത്തവർക്ക്, അഹങ്കാരത്തെ ഒന്നും നീക്കം ചെയ്യാത്തവരാണെങ്കിൽ അവരോടത് ഉപദേശിച്ചിട്ട് അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇത് ഉപദേശിച്ചു കൊടുക്കാം, പക്ഷെ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ പറയാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്ന, എന്നെ ശാസിച്ചാലും എന്നാണ് പറയുന്നത്. ഇതാണ് അർജുനന്റെ വാക്കുകൾ. അപ്പൊ അർജുനന്റെ ഈ വാക്കുകൾ എന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ ആത്മവിദ്യ നേടാനുള്ള, ആ ഉപദേശം സ്വീകരിക്കാനുള്ള പക്വത, മെച്യൂരിറ്റി അർജുനന് വന്നു കഴിഞ്ഞിരിക്കണോ എന്നാണ് പറയുന്നത്. അപ്പോ ആർക്കാണ് ആ ശ്രേയസ്സിലേക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രേയസിനോട് അങ്ങേയറ്റത്തെ വിരക്തി വന്നാൽ മാത്രമേ നമുക്ക് ശ്രേയസ്സിലേക്ക് ശ്രദ്ധ കൂടുള്ളൂ. ശരിയല്ല? പ്രേയസ്, ഈ ഭൗതിക തലത്തിലുള്ള സുഖസൗകര്യങ്ങളോട് അങ്ങേയറ്റം വൈരാഗ്യം വരണം, വിരക്തി വരണം. അത് വന്നാലേ അവിടുന്ന് തിരിഞ്ഞ് ശ്രേയസ്സിലേക്ക് പോകുള്ളൂ. അപ്പൊ അർജുനൻ പറയുന്ന വാക്കുകള് അർജുനന്റെ ഉള്ളിൽ ആ വിരക്തിയെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് എടുക്കാം. 8ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. അൺമ്യൂട്ട് ചെയ്തോളൂ. പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്യും. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ചോഗമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമഭിചാധിപത്യം. അടുത്ത ശ്ലോകത്തില് പറയുന്നു, 8ാമത്തെ ശ്ലോകത്തില്, നഹി പ്രപശ്യാമി മമാനുപദ്യാ ദുച്ഛോകമുച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നം സമൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. ഭൂമാവ് എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലത്തില്, ഈ ഭൂമിയില് അസഭഗ്നം എന്ന് പറഞ്ഞാൽ എതിരാളി ഇല്ലാത്തത്, ശത്രുക്കളില്ലാത്തത്, എതിരാളി ഇല്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെയോ ഐശ്വര്യം നിറഞ്ഞ, വൃദ്ധം എന്ന് പറഞ്ഞാൽ അത് ഐശ്വര്യം നിറഞ്ഞ രാജ്യം, അല്ലെങ്കിൽ സുരാണാമാതി, സുരാണ എന്ന് പറഞ്ഞാൽ സ്വർഗം, ദേവന്മാരുടെ അവിടെ ആ സ്വർഗത്തിന്റെ ആധിപത്യമോ
അതൊക്കെ കിട്ടിയാൽ പോലും ഈ എന്റെ ശോകം എങ്ങനെയുള്ള ശോകമാണ്? ഇന്ദ്രിയങ്ങളെ ഉണക്കി വരട്ടുന്ന എന്നാണ് പറയുന്നത്. ആ ശോകം ഇല്ലാതാക്കുന്ന ഒന്നിനെയും ഞാൻ കാണില്ല എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ദുഃഖം എന്ന് പറയുന്നത് അങ്ങേയറ്റം ശക്തമാണ് എന്ന് പറയാണ്. ഈ എങ്ങനെയുള്ളതാണ് ദുഃഖം? ഇന്ദ്രിയങ്ങളെ ഉണക്കി വരട്ടുന്നത് എന്നാണ് പറയുന്നത്. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ അല്ലേ? ശബ്ദം കുറവാണോ? കേൾക്കാമോ? നന്നായിട്ട് കേൾക്കാം സർ, നന്നായിട്ട് കേൾക്കാം. കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പോ എന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ എങ്ങനത്താണ്? ഇപ്പൊ ഒരു ഐശ്വര്യം നിറഞ്ഞൊരു രാജ്യം കിട്ടുകയാണെങ്കിലും, അതേപോലെ ആ രാജ്യത്ത് എതിരാളികളായിട്ട് ആരും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു രാജ്യം കിട്ടിയാലോ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ആധിപത്യം തന്നെ കിട്ടിയാൽ പോലും ഇന്ദ്രിയങ്ങളെ ആകെ ഉണക്കി വരട്ടുന്ന എന്റെ ദുഃഖം ഇല്ലാതാക്കുന്ന ഒന്നിനെ എനിക്ക് കാണാൻ പറ്റണില്ല എന്നാണ്. കാരണം ഇന്ദ്രിയാണ ഉച്ചോഷണം ദുഃഖം. ഇന്ദ്രിയങ്ങളെ പോലും ഉണക്കുകയാണ്, വരട്ടുകയാണ്. അങ്ങനെയുള്ള ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഒന്നിനെയും ഞാനിവിടെ കാണുന്നില്ല. അപ്പൊ അർജുനന്റെ ദുഃഖം അത്രത്തോളം ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം ശക്തമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ ഈ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഇവിടെയോ ഇഹത്തിലോ പരത്തിലോ കിട്ടാവുന്ന ഒരു ഇന്ദ്രിയ സുഖങ്ങൾക്കും സാധിക്കില്ല. എന്റെ ദുഃഖത്തിനെ ശമിപ്പിക്കാൻ കഴിവില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അർജുനന്റെ ഉള്ളില് എന്തിനോ വേണ്ടിയുള്ളൊരു ദാഹമുണ്ട്. എന്തിനോ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒന്നുമല്ല, അത് ലൗകികമായ ഒന്നുമല്ല. ഇതിനപ്പുറത്തുള്ള എന്തിനോ വേണ്ടി അർജുനന്റെ മനസ്സ് ദാഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അർജുനന്റെ മനസ്സ് നേരത്തെ പറഞ്ഞു ദൈവീ സമ്പത്ത് നിറഞ്ഞതാണ്, അല്ലെ? ഡിവൈൻ ക്വാളിറ്റി നിറഞ്ഞതാണത്, ദൈവീ സമ്പത്ത്. അപ്പോ അർജുനന്റെ ആ മനസ്സ് എന്ന് പറയുന്നത് നിത്യം എന്താണ്, അനിത്യം എന്താണ്, നിത്യാനിത്യ വസ്തു വിവേകം, അല്ല? അപ്പൊ എപ്പോഴും ഉള്ളത് എന്താണ്, എപ്പോഴും ഇല്ലാത്തത് എന്താണ്, അതിനെക്കുറിച്ചുള്ള അറിവ്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ആ ദാഹം ഉള്ളത് കൊണ്ടാണ് എല്ലാ സുഖങ്ങളോടും ഒരു വിരക്തി അദ്ദേഹത്തിന് അനുഭവപ്പെടാൻ കാരണം. ഇഹപര സുഖങ്ങളോട് ഒരു താല്പര്യമില്ല എന്നത്. അതൊന്നും ഞാൻ കൊതിക്കുന്നില്ല, കാരണം എന്റെ ദുഃഖം മാറണില്ല എന്നാണ്. അപ്പൊ ആ ഒരു അറിവിന് വേണ്ടി, ആ നിത്യാനിത്യ വസ്തു വിവേകം, അതിന് വേണ്ടിയിട്ടാണ് അർജുനന്റെ മനസ്സ് കൊതിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേപോലെ അർജുനന്റെ ഉള്ളില് എന്താണ്? ഷഡ് സമ്പത്തി. നമ്മൾ കേട്ടിട്ടില്ലേ ഷഡ് സമ്പത്തി എന്താണ്? സാധനാ ചതുഷ്ടയത്തില് 3ാമത്തെ പില്ലറാണ് ഷഡ് സമ്പത്തി, അല്ലെ? ശമതമാതി ഷഡ്ക സമ്പത്തി. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അടക്കം, ഏകാഗ്രത, ഫോക്കസ്. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അടക്കം. ഉപരതി, എന്തിലും സന്തോഷം കണ്ടെന്ന പുറമേയുള്ള വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതിരിക്കുക. തിദിക്ഷ, ക്ലേശങ്ങളെ സഹിക്കാനുള്ള കഴിവ്. ശ്രദ്ധ, ഗുരുവിനോടുള്ള വിശ്വാസം. പിന്നെ സമാധാനം. അപ്പോ ഇത് സദന ഷഡ് സമ്പത്തി എന്ന് പറയും. ഇതൊക്കെ അർജുനന്റെ ഉള്ളിൽ ആൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 6 സമ്പത്തുകളും അർജുനന് സ്വന്തമായി കഴിഞ്ഞിരിക്കണോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോ അർജുനന്റെ ഉള്ളില് അടുത്തതാണ് 4ാമത്തെ പില്ലർ. എന്താണ്? മുമുക്ഷുത്വ, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം. അപ്പൊ എനിക്ക് മോക്ഷമാണ് വേണ്ടത്. അപ്പൊ ഷഡ്സമ്പത്തിയൊക്കെ വന്നു കഴിഞ്ഞു, ഇനി മോക്ഷമാണ് വേണ്ടത്. അതുകൊണ്ട് ശ്രേയോമാർഗം എനിക്ക് വ്യക്തമായിട്ട് ഉപദേശിച്ചു തരണം എന്ന് പറയുന്ന അർത്ഥം മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ വന്നിരിക്കുന്നു. കാരണം ഇവിടെ ആകെ പെട്ടുപോയിരിക്കുന്നു, ഇനി ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അപ്പൊ അങ്ങനെ ഇതുവരെയുള്ള അധ്യായങ്ങൾ, ഭഗവത്ഗീതയിലെ 1ാമത്തെ അധ്യായം അർജുന വിഷാദയോഗം, ഈ അധ്യായത്തിലെ 2ാമത്തെ സാഖ്യയോഗത്തിലെ ആദ്യത്തെ 8 ശ്ലോകങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? അർജുനന് ഈ ആത്മവിദ്യ, ബ്രഹ്മോപദേശത്തിന് അർജുനൻ പാകമായിരിക്കുന്നു എന്നാണ് തെളിയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് ഗൃഹസ്ഥാശ്രമം, നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ലോക കാര്യങ്ങളിലൊക്കെ മുഴുകി കഴിയുന്ന ആളുകളാണെങ്കിലും ദൈവീ സമ്പത്ത് വളർത്തി വിശ്വാസപൂർവ്വം, ഈശ്വര വിശ്വാസത്തോടുകൂടി മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ ശക്തമാണെങ്കിൽ ജീവിതത്തിൽ ഒരു സ്റ്റേജില് ബ്രഹ്മോപദേശം കിട്ടാനുള്ള പാകത
സ്വാഭാവികമായിട്ട് വന്നു ചേരും. ആർക്കും അത് ഉണ്ടാവാവുന്നതാണ് എന്നാണ് പറയുന്നത്. അർജുനൻ ഇപ്പൊ ആ ഒരു സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്. ബ്രഹ്മോപദേശത്തിന് പാകമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ജീവിതത്തിൽ ഏതൊരാൾക്കും അങ്ങനെ ആവാം. അദ്ദേഹം ഗൃഹസ്ഥാശ്രമായിക്കോട്ടെ, അല്ലെ, വീട്ടില് കുടുംബവുമായിട്ട് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞോട്ടെ, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞോട്ടെ, അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിലും എന്തു വേണം? ദൈവീ സമ്പത്ത് വളർത്തിക്കൊണ്ടിരണം എന്നാണ് പറയുന്നത്. ഡിവൈൻ ക്വാളിറ്റീസ് അത് വളർത്തിക്കൊണ്ടിരണം. പിന്നെ മാത്രമല്ല, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം വേണം. എങ്ങനെ? ഈശ്വര വിശ്വാസത്തോടു കൂടി. അപ്പൊ മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ശക്തമായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ ആ മെച്യൂരിറ്റി വരും. ബ്രഹ്മോപദേശം സ്വീകരിക്കാനുള്ള പാകത ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ബ്രഹ്മോപദേശത്തിന് പാകമായി കഴിഞ്ഞിരിക്കുന്നു അർജുനൻ. ഇനി അത് കിട്ടിയാലേ രക്ഷയുള്ളൂ അർജുനന്, വേറെ ഒരു മാർഗവും. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു കാര്യം അദ്ദേഹം തീരുമാനിച്ചു. ഇനി സത്യം എന്താണെന്ന് അറിഞ്ഞാലേ, സത്യം തെളിഞ്ഞു കഴിഞ്ഞാലേ ഇനി ഞാൻ യുദ്ധം ചെയ്യൂ എന്ന് തീരുമാനിച്ച് അർജുനൻ ഇനി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അർജുനൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മൗനം ഭരിച്ചിരിക്കുകയാണ്, വേറെ ഒന്നും മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി തുടർന്ന് 9-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച. അൺമ്യൂട്ട് ചെയ്തോളൂ. സഞ്ജയ ഉവാച ഏവമുക്താ ഹൃഷീകേശം ഗൂഢാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. അപ്പൊ ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയണം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു എന്താണ്? ഏവമുക്ത്വാ ഋഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇത് ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. പരന്തപ ഗുഡാകേശ, ശത്രുതാപനായ അർജുനൻ ഋഷികേശമേവം ഏവമുക്ത്വ, ഋഷികേശനോട്, ഭഗവാനോട്, കൃഷ്ണനോട്, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വീണ്ടും പറഞ്ഞ് മൗനം ഭരിച്ചിരുന്നു, മിണ്ടാതിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതില് വിചാരം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സത്യം എന്താണെന്ന് വിചാരം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഈ കാണുന്നതൊക്കെ എന്താണ് അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സ്റ്റേജിൽ മനസ്സിലാവും, ഇവിടെ ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കർമ്മഭൂമി, കർമ്മരംഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് ബോധ്യം വരും. ഒരു സ്റ്റേജിൽ പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ഇത് ദുഃഖമുണ്ടാക്കുന്നതാണെന്ന് ഒരു സ്റ്റേജിൽ തെളിയും എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ളവർക്ക്? ഇതിനെക്കുറിച്ച് നിശിതമായി വിചാരം ചെയ്യുന്നവർക്ക്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? ഏതിനെക്കുറിച്ച്? ഇതെന്താണ്? ഈ ലോകം എന്താണ്? ഇവിടെ കാണുന്നതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ? ഇതൊക്കെ സത്യമാണോ? ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ശീലമുള്ള ഒരാൾക്ക്, അപ്പൊ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിഷ്പ്രയോജനമാണെന്ന് ബോധ്യം വരും ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ. ഇതൊക്കെ എന്താണ് അർത്ഥം? അല്ലെ, സാധാരണ കളിക്കുന്ന പോലെയാണ്. ഗെയിമൊക്കെ എങ്ങനെയാണ്? ശരിക്കും കളികള് നമ്മൾ ശരിക്കും ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കളികളിലൊന്നും ഒരർത്ഥവും കാണാൻ പറ്റില്ല. ശരിയല്ലോ? ഒന്ന് ആലോചിച്ചോ, ഫുട്ബോൾ കളി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫുട്ബോൾ കളി ശരിക്കും എന്താണ് അതിനൊരു അർത്ഥമുള്ളത്? ഒരു പന്ത് ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്നു, കുറെ ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് തട്ടുന്നു, കുറെ ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് തട്ടുന്നു, അവസാനം ഒരു പോസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ട് പന്ത് മുളയ്ക്കുന്നു, എല്ലാവരും കൂടെ ആർത്ത് വിളിക്കുന്നു, ഗോൾ അടിച്ചേ എന്ന് പറഞ്ഞിട്ട്. ഇതിനെന്തർത്ഥമാണുള്ളത് ശരിക്ക്? അല്ലെ, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളി, എല്ലാ കളികളും അങ്ങനെയാണ്. ഈ ജീവിതവും അതുപോലെയാണെന്നാണ് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ. നമ്മളിപ്പോ എന്തൊക്കെ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ട്, ഇവിടെ കൂടെ വരുന്നുണ്ടോ? എല്ലാവരും ഉണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, ഇത് മുഴുവൻ ദുഃഖം നൽകുന്നതാണ്. അപ്പൊ വിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സ്റ്റേജിൽ ഇത് തിരിച്ചറിയും എന്നാണ് പറയുന്നത്. കാരണം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി, ഇതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി. ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ആ ചിന്ത വരാറുണ്ട്. എപ്പോഴാ വരിക? നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കാതിരിക്കുമ്പോ. ശരിയല്ല? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോ ഈ ഒരു തോന്നൽ വരും, ഇതിലൊന്നും ഒരു കാര്യമില്ല, നമുക്ക് മടുപ്പ് വരും. അങ്ങനെ വരാറുണ്ട്. പക്ഷെ ശരിക്കും ആ മടുപ്പ് വരേണ്ടത് അങ്ങനെയല്ല. ഇത് വിചാരം ചെയ്തിട്ട് വേണം മടുപ്പ് വരാൻ. അല്ല, ഇതിലൊക്കെ എന്തർത്ഥമാണുള്ളത്?
അപ്പൊ വിചാരം ചെയ്യുമ്പോ ബോധ്യം വരും, ഇതൊക്കെ നിഷ്പ്രയോജനമാണ്. ഈ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ, ചെയ്യുന്ന കാര്യങ്ങള് ദുഃഖം നൽകുന്നതാണ്, ഇത് തെളിയും ഉള്ളില് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി പിന്നെ ഒന്നും മിണ്ടാതെ ആവും, ഒന്നും ചെയ്യൂല, അലസത ബാധിക്കും. മനസ്സിലായോ? അപ്പോ ഇതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി, പക്ഷെ കാര്യമുള്ളത് എന്താന്നുള്ളത് പിടികിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ ഡിപ്രഷൻ വരിക, അല്ലെ? അങ്ങനെയുള്ള ആൾക്കൊന്ന് ശ്രീരാമന്റെ അവസ്ഥ ഏതായിരുന്നു? യോഗവാസിഷ്ടത്തിൽ പറയുന്നുണ്ട് അതിനെ കുറിച്ച്, അല്ലെ? ഓർമ്മയില്ലേത്? യോഗവാസിഷ്ടത്തില് യാഗസംരക്ഷണത്തിനായിട്ട് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കൂട്ടിയിട്ട് പോകാനായിട്ട്, രാമലക്ഷ്മണന്മാരെ കൂട്ടിയിട്ട് പോകാനായിട്ട് വന്നപ്പോ രാമന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. രാമന് ബോധ്യമായി ലോകം എന്ന് പറയുന്നത് ഒന്നും കാര്യമില്ല, അല്ലെ? കൊട്ടാരത്തെ സുഖസൗകര്യങ്ങള്, ബന്ധങ്ങള്, ഒന്നിനും ഒരർത്ഥമില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞു ശ്രീരാമൻ. പക്ഷെ ഇനി അർത്ഥമുള്ളത് എന്താണ്, സത്യം എന്താന്നുള്ളത് ബോധം വന്നതുമില്ല. അതിന്റെ ഒരു ഡിപ്രഷൻ ആയിരുന്നു ശ്രീരാമന്. അതേപോലെയാണ് ഇവിടെ അർജുനനൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അർജുന ഇതിലൊന്നും കാര്യമില്ല എന്നുള്ളത് ബോധ്യമായി, പക്ഷേ കാര്യമുള്ളത് എന്താന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക, മൗനം ഭരിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അലസത മാറ്റാനുള്ള മാർഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അലസതയും ഈ ഒരു ഡിപ്രഷൻ, ഈ ഒരു ദുഃഖം, ഇത് മാറ്റാനുള്ള പരിഹാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം എന്താന്നുള്ളത് ബോധം വരണം. വസ്തുബോധമാണ് ഇതിന് പരിഹാരം. സത്യം എന്താന്ന് തിരിച്ചറിയണം. അപ്പൊ അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഭഗവാന് നല്ലപോലെ മനസ്സിലായി എന്നാണ് പറയുന്നത്. അർജുനൻ പാകമായിരിക്കും. അപ്പൊ ഇത് മനസ്സിലായപ്പോ തുടർന്ന് ഇനി എന്താണ് ഭഗവാൻ ചെയ്തത് എന്നുള്ളത് സഞ്ജയൻ വിവരിക്കുകയാണ്, സഞ്ജയൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത ശ്ലോകം 10. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അടുത്തത് ധൃതരാഷ്ട്രോട് പറയണ, ഭരത, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, സേനയോരുഭയോർ മധ്യേ, ഉഭയോസേനയോ മധ്യേ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തില് വിഷീദന്തം, വിഷാദമഗ്നായി നിൽക്കുന്ന അർജുനനോട് ഋഷികേശൻ, കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പ്രസന്നനായിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. ധൃതരാഷ്ട്രോട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കണം, അല്ലയോ മഹാരാജാവേ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തില് ഇങ്ങനെ ദുഃഖിതനായിട്ട് നിൽക്കുന്ന, വിഷാദമഗ്നായിട്ട് നിൽക്കുന്ന അർജുനനോട് ആദ്യം അർജുനെ നോക്കി കൃഷ്ണൻ പുഞ്ചിരിച്ചു എന്നാണ് അർജുനന്റെ ഈ അവസ്ഥ കണ്ടിട്ട്. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രസന്ന ഭാവത്തില് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാം. അപ്പൊ ഇവിടെ ഭഗവാനാണ് ഇനി അർജുനന് കരുത്ത് പകരാൻ പോകുന്നത്. ഇപ്പൊ ഒരു പക്ഷത്ത് ദേവവർഗം, ഇപ്പുറത്ത് അസുരവർഗം, അല്ലെ? രണ്ടിന്റെയും ഇടയിലുള്ള മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വാർത്ഥത അല്ലെങ്കിൽ കപടത, ചതി, ഇതൊക്കെ കണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു ദൈവീ സമ്പന്നനെ സംബന്ധിച്ച് ഈ ആസുര ഭാവങ്ങൾക്കെതിരെ പോരാടണം, യുദ്ധം ചെയ്യാനുള്ള ശക്തി എവിടുന്ന കിട്ടുക, ധൈര്യം എവിടുന്ന കിട്ടുക? ഭഗവാനിൽ നിന്നാണ്, അല്ലെ? ഈശ്വരനിൽ നിന്നാണ് ആ ശക്തി. പോരാടാനുള്ള, ആസുരിക ഭാവങ്ങൾക്കെതിരെ പോരാടാനുള്ള ശക്തി ഈശ്വരനിൽ നിന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാ ചിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ബോധ്യമായി അർജുനന്റെ ഈ വിഷാദം അത് അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണ്. പക്ഷെ അർജുനന്റെ ഇപ്പൊ അനുഭവിക്കുന്ന ആ ദുഃഖം, അർജുനൻ പറഞ്ഞു ഇത് ശക്തമായ ദുഃഖമാണെന്ന് അർജുനൻ പറഞ്ഞെങ്കിലും ഭഗവാന് മനസ്സിലായി ഇത് അത്ര ശക്തിയൊന്നുമില്ല ഈ ദുഃഖത്തിന്, ഇത് മാറുന്നതാണ് അർജുനന്റെ ദുഃഖം. എങ്ങനെയാണെങ്കിൽ സത്യം എന്താന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ, തത്വം ഉപദേശം കൊണ്ട് ഈ ദുഃഖത്തെ മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് ഭഗവാന് മനസ്സിലാക്കുകയാണ് ഭഗവാൻ ചിരിച്ചത് എന്നാണ് പറയുന്നത്. പുഞ്ചിരിച്ചത് അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഭഗവാൻ ഇവിടെ ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ലോജിക് അതെടുത്തിട്ടാണ് അർജുനന്റെ ഉള്ളിലുള്ള, അർജുനൻ പറയുന്ന കാര്യങ്ങളുടെ വിഡ്ഢിത്തം എന്താണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അർജുനന് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അർജുനൻ ഉണർന്നു വരും. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് ഇനി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉപദേശം ശരിക്കും തുടങ്ങുന്നത് ഈ ശ്ലോകം മുതലേക്കാണ്. 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതലാണ്
ഭഗവത്ഗീതയിൽ യഥാർത്ഥത്തിൽ തത്വോപദേശം തുടങ്ങുന്നത്. അപ്പൊ ഇതുവരെയൊക്കെ അതിനുള്ള ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു, അല്ലെ? ഉപദേശം ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഇതുവരെ ഭഗവാൻ കൃഷ്ണൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി ഭഗവാൻ ശരിക്കും ഉപദേശം കൊടുക്കാമാണ്. കാരണം ഭഗവാന് മനസ്സിലായി അർജുനൻ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ആത്മവിദ്യ നേടാൻ പാകത വന്നിരിക്കുന്നു. അത് സ്വഭാവത്തെക്കുറിച്ച് അർജുനന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും കാര്യമില്ല എന്ന് അർജുനന് ബോധ്യമായി. പക്ഷെ ഇനി സ്വരൂപം എന്താന്നുള്ള അർജുനന് ബോധ്യമായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഉപദേശം അർജുനനെ ഉയർത്താൻ സഹായിക്കും എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ ഇനി തുടർന്ന് ആണ് ഭഗവാൻ ഉപദേശം തുടങ്ങുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. എന്താണ് ഭഗവാൻ ഉപദേശിക്കാനായിട്ട് തുടങ്ങിയത്? ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും അത് കേൾക്കാൻ തയ്യാറായിട്ട് വേണം ഇനി ഇതില് വരാനായിട്ട്. ഓക്കെ, റെഡി? അപ്പൊ സാധന ശക്തമാക്കണം, സാധന മുടക്കരുത്. എന്നിട്ട് വേണം ഇത് കേട്ടിരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ശ്ലോകം മുതല് അതാണ്, ആ തത്വോപദേശമാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്നത്. ഓക്കെ, കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായി ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. Be with yourself. Om Sam Samithyuvase Vrishannagne Vishwanarya Ilaspade Samithyase Sanovasunyabhara Sangachadvam Samvadadvam Sambhomanaham Sijanata Deva Bhagam Yatha Purve Sanjanana Upasate Samano Mandra Samidhi Samani Samanam Manasah Chittamesha Samanam Mandram Abhimantra Eva Samanena Voha Vishajuhomi Samaniva Agudi Samana Hridayanivaha Samanamastu Mano Yatha Vasu Sahasati Namo Brahmane Namo Vastvagnaye Nama Prithavye Nama Oshadhibhyaha Namo Vache Namo Vachaspataye Namo Vishnave Brihate Karomi Om Shanti Shanti Shanti. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.